നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ വരാൻ പോവുകയാണ്. മെഗാ താരലേലം ഇതിന് മുന്നോടിയായി നടക്കാനുണ്ട്. അവസാന സീസണിലെ പിഴവുകൾ വിലയിരുത്തി അടിമുടി മാറ്റങ്ങളുമായി ശക്തമായ തിരിച്ചുവരവാണ് ടീമുകളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അവസാന സീസൺ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് വളരെ നിരാശയുണ്ടാക്കുന്നതായിരുന്നു. രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് മുംബൈ ടീമിനെ രണ്ട് തട്ടിലാക്കിയിട്ടുണ്ട്. ഹാർദിക്കിനെ മുംബൈയിലെ ആരാധകർ പോലും കൂവുന്ന സാഹചര്യമുണ്ടായി. ടീമിന്റെ പ്രകടനവും മോശമായതോടെ വലിയ നാണക്കേടാണ് അവസാന സീസണിൽ മുംബൈ നേരിട്ടത്. മെഗാ താരലേലത്തിന് മുൻപ് ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും രോഹിത് ശർമ്മയും എല്ലാം മുംബൈ വിട്ടേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത സീസണിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തേണ്ടത് മുംബൈയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ വലിയൊരു അഴിച്ചുപണി തന്നെ അടുത്ത സീസണിൽ നടത്തിയേക്കുമെന്നാണ് വിവരം. രോഹിത് ശർമ്മ ഉൾപ്പെടെ പല പ്രമുഖരും ടീം വിട്ടാലും മുംബൈ ടീമിന്റെ പഴയ കരുത്ത് ചോർന്നു പോകാതിരിക്കാൻ ചില അപ്രതീക്ഷിത നീക്കങ്ങൾക്കാണ് മുംബൈ തയ്യാറെടുക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി മുംബൈ നോട്ടമിടുന്ന താരം റാഷിദ് ഖാനാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനായി റാഷിദ് കളിക്കുമ്പോൾ തന്നെ മുംബൈ ഇതിന് ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അന്ന് റാഷിദ് ഖാൻ ടീം വിടാൻ തയ്യാറായില്ല. പിന്നീട് ഹൈദരാബാദ് വിട്ട റാഷിദ് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് എത്തുകയായിരുന്നു. അവസാന സീസണോടെ ഹാർദിക് പാണ്ഡ്യ നായകസ്ഥാനം ഒഴിഞ്ഞപ്പോൾ റാഷിദ് നായകസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ശുഭ്മാൻ ഗില്ലിനെയാണ് ഗുജറാത്ത് ക്യാപ്റ്റനാക്കിയത്. അടുത്ത സീസണിൽ ഗുജറാത്തിന്റെ പരിശീലക സ്ഥാനത്ത് ആശിഷ് നെഹ്റ ഉണ്ടാകില്ല എന്നതും റിപ്പോർട്ടുകളിലുണ്ട്. ഇതോടെ റാഷിദ് ഖാനും ഗുജറാത്ത് വിട്ടേക്കുമെന്നാണ് വിവരം. പിൻ ഓൾറൗണ്ടറായ റാഷിദ് ഖാനെ എന്ത് വില കൊടുത്തും ടീമിലേക്ക് എത്തിക്കാനാകും മുംബൈ ശ്രമിക്കുക. ഹാർദിക് പാണ്ഡ്യ ടീം വിട്ടാൽ പകരക്കാരനായി റാഷിദ് ഖാനെ വളർത്താനാണ് മുംബൈ ആഗ്രഹിക്കുന്നത്. മുൻ മുംബൈ ഇന്ത്യൻസ് താരവും നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരവുമായ ട്രെന്റ് ബോൾട്ടിനെ തിരിച്ചെത്തിക്കാൻ മുംബൈ ശ്രമിക്കുന്നുണ്ട് എന്നാണ് വിവരം. രാജസ്ഥാൻ റോയൽസ് ബോൾട്ടിനെ ഒഴിവാക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. രാജസ്ഥാൻ ഒഴിവാക്കിയാൽ ഇടം കൈയ്യൻ പേസർക്കായി മുംബൈ രംഗത്തെത്തിയേക്കും. IPL മികച്ച റെക്കോർഡുള്ള ബൗളറാണ് ബോൾട്ട്. പവർ പ്ലേക്കുള്ളിൽ ഒന്നിലധികം വിക്കറ്റ് വീഴ്ത്താനും താരത്തിന് കഴിവുണ്ട്. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തുന്ന ബോൾട്ട് സ്വിംഗ് ചെയ്യിപ്പിച്ച് പന്തെറിയാനും കരുത്തുള്ള താരം കൂടിയാണ്. ബുംറ ടീം വിട്ടാൽ പകരക്കാരനായി അതേ നിലവാരമുള്ള ബൗളറെയാണ് മുംബൈ നോട്ടമെടുത്തത്. അതുകൊണ്ട് തന്നെ ബോൾട്ടിനെ ടീമിലെത്തിക്കാൻ മുംബൈ ശ്രമിച്ചേക്കും. മുഹമ്മദ് ഷമിയെ മുംബൈ നോട്ടമിടുന്നുണ്ട് എന്നാണ് വിവരം. നിലവിൽ പരിക്കേറ്റ് വിശ്രമത്തിലുള്ള ഷമി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗുജറാത്ത് ടൈറ്റൻസ് താരമായ ഷമിയെ ഇത്തവണ അവർ നിലനിർത്തിയേക്കില്ല. അതുകൊണ്ട് തന്നെ മുംബൈക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഷമിയെ ടീമിലേക്ക് എത്തിക്കാനാകും. മുംബൈയുടെ ഏതൊക്കെ സൂപ്പർ താരങ്ങൾ ടീം വിടുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സൂര്യകുമാർ നായകസ്ഥാനത്തേക്ക് എത്തിയാൽ ഹാർദിക് ടീം വിടുമെന്ന കാര്യം ഉറപ്പാണ്. ബുംറ നായകസ്ഥാനം ലക്ഷ്യമിട്ട് കൂടുമാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. RCBയിലേക്ക് ബുംറ പോകും എന്നാണ് വിവരം. എന്തായാലും വലിയ മാറ്റങ്ങൾ അടുത്ത സീസണിൽ മുംബൈ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കാം.